മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമ്മോടൊപ്പം നമ്മെ സഹായിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഡെയ്സി ആൻറ്റി വീണ്ടും എത്തിയിട്ടുണ്ട്. ഡെയ്സി ആൻറ്റി ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ആൻറ്റിയെ സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഇന്ന് ഏഞ്ചൽ സാർ വന്നിരിക്കുന്ന കുടുംബം തൃശ്ശൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട സജു സാറും ഡാരസ് ടീച്ചറുമാണ്. സാറ് ഹൈസ്കൂളിലെയും ചേച്ചി ഹയർ സെക്കൻഡറി അല്ലേ, രണ്ടുപേരും തൃശ്ശൂരിൽ നിന്ന് വന്ന് 5 മക്കളുണ്ട്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു ഫ്ലൈറ്റ് ജേണിയാണ് ഇന്നത്തെ സിറ്റുവേഷൻ. ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. വിമാനയാത്ര തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരാൾ ലേറ്റായിട്ട് വന്നു. ഫ്ലൈറ്റ് ടീച്ചറും എല്ലാവരും കാത്തിരിക്കുകയാണ്. എടുക്കാൻ ലേറ്റായി. അപ്പോൾ തന്നെ ആൾക്കാർ അക്ഷമരായിട്ടിരിക്കുകയാണ്. അപ്പോൾ താമസിച്ചൊന്നും ഓടി അകത്തോട്ട് കയറി വേർത്ത് കുളിച്ചൊക്കെയാണ് വരുന്നത്. അദ്ദേഹം അപ്പോൾ നടുക്ക സീറ്റാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. നോക്കി വലതുവശത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രായമുള്ള അമ്മച്ചി കൊന്തയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഓൾറെഡി പേടിയായിട്ടാന്ന് തോന്നുന്നു. ഇപ്പുറം നോക്കിയപ്പോൾ ഒരു കൊച്ച്, വളരെ 5 or 6 വയസ്സുള്ളൊരു പെൺകുട്ടി, അവളുടെ ക്യാരം ബോക്സും പടം വരയ്ക്കാനുള്ള പേപ്പറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇയാളൊന്ന് അകത്ത് കയറി ഇരുന്നിട്ട് വേണം സാധനമൊക്കെ വലിച്ചിട്ട് വരച്ചു തുടങ്ങാനായിട്ട്. പുള്ളി അകത്ത് കയറി ചുറ്റുപറ്റൊക്കെ നോക്കി. ഇപ്പോൾ കുറേ ഒരു 5 മിനിറ്റ് ശേഷം അനൗൺസ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ടേക്ക് ഓഫ് ആയി. ഏകദേശം അരമണിക്കൂർ പോയപ്പോഴത്തേക്ക് പുള്ളി നോക്കുമായിരുന്നു, ഈ കൊച്ചു ഒറ്റയ്ക്ക് ഇരിക്കുന്നു. കൊച്ചിൻ്റെ കൂടെ വേറെ ആരും കാണുന്നുമില്ല. കൊച്ചു ആരോട് സംസാരിക്കുന്നുമില്ല. അപ്പുറം ഇപ്പുറം ആരും. കൊച്ചു ആഘോഷമായിട്ട് ക്യാരം ബോർഡൊക്കെ ഇതൊക്കെ വെച്ച് പടമൊക്കെ വരച്ചു തുടങ്ങി. വളരെ ആഘോഷമായിട്ട് കൊച്ചു സന്തോഷത്തോടെ ഇരിക്കുന്നു. ചോദിക്കുന്നതുണ്ടായിരുന്നു കൊച്ചൊറ്റയ്ക്കാണോ. ഇനിയിപ്പോൾ അത് കൊച്ചിനെ പേടിപ്പിക്കുന്നത് ചോദിച്ചില്ല. കുറച്ച് പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. യാത്രക്കാരെല്ലാം ശ്രദ്ധിക്കുക, ഫ്ലൈറ്റ് നമ്മളൊരു ദുർഘടമായ സമയത്തോടെ കടന്നു പോകുന്നത്. മേഘങ്ങളുടെയും കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വല്പം ജെർക്കിങ് വരാൻ സാധ്യതയുണ്ട് എന്ന് പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. പറഞ്ഞു തീർന്നതും ഫ്ലൈറ്റ് ഭയങ്കരമായിട്ട് ജെർക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ആൾക്കാരിങ്ങനെ പിടിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ എയർ ഹോസ്റ്റസ് ആരും പേടിക്കണമെന്നൊക്കെ പറഞ്ഞ് സഹായിക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് ഇപ്പോൾ ആദ്യം കൂവിയത് എയർ ഹോസ്റ്റസ് ആയിരുന്നു, പേടിച്ചിട്ട്. എയർ ഹോസ്റ്റസ് ഉൾപ്പെടെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നൊരു ഭീതിയിൽ അയാൾ ഞെട്ടിയിരിക്കാൻ തുടങ്ങിയാണ്. പുള്ളി വലതുവശത്തേക്ക് നോക്കി. അമ്മച്ചി കൊന്തയൊക്കെ 2 കൊന്തയൊക്കെ ഉയർത്തിപ്പിടിച്ച് ഭയങ്കര ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ ആലമുറയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആൾക്കാരെല്ലാം കുറച്ച് പേര് ചീത്ത വിളിക്കുന്നുണ്ട്, തെറി വിളിക്കുന്നുണ്ട്. കുറച്ച് പേര് ഭയങ്കരമായിട്ട് പ്രാകുന്നുണ്ട്. കുറച്ച് പേര് എങ്ങനെയെങ്കിലും സേവസ് എന്ന് പറഞ്ഞാൽ ആര് സേവ് ചെയ്യാനാ, ആർക്കെന്ത് ചെയ്യാൻ പറ്റാനാ. അങ്ങനെ കുറച്ചൊരു 5-10 മിനിറ്റ് ഭയങ്കര ഒരു കലുഷിതമായ സിറ്റുവേഷനായിരുന്നു. ഇപ്പോൾ ഈ പുള്ളി ആദ്യം നടുക്ക് നിന്ന മാന്യദേഹം ആദ്യം ഇടതുവശത്തേക്ക് നോക്കി. ഈ പെൺകുട്ടി യാതൊരു ഭാവവ്യത്യാസമില്ലാതെ ക്രയോൺസൊക്കെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മടക്കി വെച്ചിട്ട് കൊച്ചു ആഘോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ പുള്ളി ഞെട്ടി. ഈ കൊച്ചിന് ഇത്രയും ധൈര്യം ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഈ പുള്ളിയും അങ്ങനെ ഞാൻ കരഞ്ഞാൽ മോശമല്ല, ഈ കൊച്ചിവിടെ ഇത്ര ധൈര്യത്തോടെ ഇരിക്കുമ്പോൾ ഈ പുള്ളിയും ഭയങ്കര മസിലൊക്കെ പിടിച്ചിരുന്നു. ആദ്യത്തെ 2-3 മിനിറ്റൊക്കെ മസിൽ പിടിച്ചിരുന്നു. പിന്നെ തീർന്നു. പുള്ളിയും വലിയവായി കരയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അനൗൺസ്മെൻറ്റ് വന്നു. ആരും പേടിക്കണ്ട, എല്ലാം റെഡിയായി. നമ്മളിപ്പോൾ വീണ്ടും ശാന്തമായ കാലാവസ്ഥയിലൂടെ പോകുന്നത്. ഇതുവരെ ഉണ്ടായ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും മാപ്പപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് പുള്ളി വീണ്ടും അടുത്ത ബസ്സൊക്കെ കണ്ടുപാളിച്ച് നോക്കി. നാണക്കേടാണല്ലോ, കൊച്ചരിയെല്ലാം കണ്ടല്ലോ ഈ പുള്ളി പോകുന്നതൊക്കെ. പുള്ളി നോക്കിയപ്പോൾ കൊച്ചു വളരെ കൂളായിട്ട് വീണ്ടും പേപ്പർ തുറന്ന് വെച്ച് ക്രയോൺസൊക്കെ വെച്ച് വീണ്ടും വര തുടങ്ങി. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഇതെന്താ വല്ല അത്ഭുത ജീവിയല്ലോ ആണോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി സർവ്വധൈര്യവും സംഭരിച്ച് പറഞ്ഞ് ഹലോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചും കയ്യൊക്കെ കൊടുത്ത് വർത്താനമൊക്കെ പറഞ്ഞു. അങ്കിളിൻ്റെ പേര് ഇതാണ്, അങ്കിളിന് മോളുടെ പ്രായത്തിലൊരു മോളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രോ ആക്കിയിട്ട് എങ്ങനെയാണ് അറിയണമല്ലോ. അപ്പോൾ എന്നിട്ട് ചോദിച്ചു മോൾ ഒറ്റയ്ക്കാണോ. അപ്പോൾ പുള്ളി കൊച്ചു ആദ്യം ചിരിച്ച് കാണിച്ചു. അപ്പോൾ മറുപടി കിട്ടാത്തതുകൊണ്ട് ചോദിച്ചു മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അത് ഇത് മോൾ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ അടുക്കലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം പുള്ളി ചോദിച്ചു നമുക്കെന്താ പേടിയൊന്നുമില്ലായിരുന്നു. കൊച്ചു നല്ല ചിരി വന്നു. കാരണം കൊച്ചും കാരനാണ് ഈ അങ്കിൾ കിടന്ന് കൂവുന്നത്. അപ്പോൾ കുട്ടി പറഞ്ഞു അങ്കിൾ ഞാൻ എന്തിനാ പേടിക്കുന്നത്, എനിക്കങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര മോക്കങ്ങ് മരിച്ചു പോകുന്ന പേടിയൊന്നുമില്ലേ. ഇപ്പോൾ കൊച്ചു പറയാണ് അങ്കിൾ യു നോ വൺ തിങ്, ദ പൈലറ്റ് ഈസ് മൈ പാപ്പ. ഈ ഫ്ലൈറ്റ് ഓടിക്കുന്ന പുള്ളി എൻ്റെ അപ്പനാണ്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് എൻ്റെ അമ്മയുടെ അടുക്കലോട്ട് പോകുകയാണ്. ഈ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വേണം എനിക്ക് എൻ്റെ അമ്മയുടെ അടുക്കലോട്ട് പോകാൻ. ഈ പുള്ളി വീണ്ടും ഒരു ആർട്ടിക്കിളായിട്ട് എഴുതി. ആർട്ടിക്കിളാണ് ഞാൻ വായിച്ചത്. പൈലറ്റ് ഈസ് മൈ പാപ്പ, മൈ ഫാദർ, അതാണ് ആർട്ടിക്കിളിൻ്റെ പേര്. ഈ കൊച്ചു പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ അപ്പൻ ഈ ഫ്ലൈറ്റ് ഓടിക്കുമ്പോൾ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ മധുരമൊഴിയിലെ ചെറിയ സംസാര വിഷയം തന്നെയാണ്. അപ്പൻ വണ്ടി ഓടിക്കുമ്പോൾ, അതായത് സ്വർഗത്തിലിരിക്കുന്ന നമ്മുടെ അപ്പൻ, സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ ജീവിതത്തിന് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എന്തിനു ഭയക്കണം, നമ്മളെന്തിനു പേടിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മധുരമൊഴി ഇന്നത്തെ സംസാര വിഷയത്തിൽ വരുന്നത് പ്രഗ്നൻസി ഏജിലുള്ള പേടികളും അതുപോലെ മക്കളുടെ ആദ്യ സ്റ്റേജുകളുണ്ടാകുന്ന കുടുംബത്തിൻ്റെ സംഘർഷങ്ങളിലെല്ലാം കർത്താവ് കൂടെയുണ്ട്. അപ്പനാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഡ്രൈവർ സീറ്റിൽ അപ്പൻ ഇരിപ്പുണ്ട്. എന്തിന് നമ്മൾ ഭയക്കണം. കാവൽ നിൽക്കുന്നതും നമ്മുടെ നടത്തുന്നതല്ല നമ്മുടെ അപ്പനല്ലേ. നമുക്ക് കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. സജു മാഷ് തന്നെ പറഞ്ഞു തുടങ്ങിക്കോളൂ. 5 മക്കളാണ് ഞങ്ങൾക്ക്. ആദ്യത്തെ 2 മിസ്കാരിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പിന്നത്തെ 3 മക്കളുണ്ടാവുന്നത്. മൂന്നാമത്തെ
ഉണ്ണി ഉണ്ടായതിന് ശേഷം ഞങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ മൊത്തം മാറി. അതായത് അമ്മച്ചിക്ക് അൽഷിമേഴ്സിൻ്റെ അസുഖമാണ്. അപ്പോൾ അമ്മച്ചി ഓർമ്മയില്ലാത്ത കുറേ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ 2 പേർക്ക് സുഖമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കാനൊരു സെർവൻ്റ് വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട് ശരിക്കും മറച്ചു വെച്ചിട്ടുണ്ടാവും എല്ലാവരും കൂടി. അമ്മച്ചിക്ക് തീരെ സാഹചര്യങ്ങൾ, ഒരു ടോയ്ലറ്റ് സെൻസ് ഒന്നുമില്ല, അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഡാരിസിൻ്റെ മമ്മി പറയാണ്, നിങ്ങളുടെ ഈ സഹനങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ 4ാമത്തെ ഉണ്ണീനെ സ്വീകരിക്കണം, എന്നാൽ ഈ സാധനങ്ങൾ മാറുള്ളൂ. ഇത് ഭയങ്കര വളരെ സ്ട്രെയിഞ്ച് ചരിത്രമാണ്. സാധാരണ തിരിച്ചു പറയുന്നത് ഇത്തരം മക്കളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് കുറയുമായിരുന്നല്ലോ എന്നാണല്ലോ പറയുന്നത്. ഇത് നിങ്ങൾ 2 പേരും ടീച്ചർമാരോട് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങളുടെ അമ്മേനെ ആദ്യമേ തന്നെ നമിക്കണം, ചേച്ചി അമ്മേനെ. മമ്മി അത് പറയും മാത്രമല്ല, ഞങ്ങൾക്ക് വളരെയധികം ഈ പേഴ്സണലായിട്ട് ഭയങ്കര സപ്പോർട്ട്, മോറലായിട്ടും പേഴ്സണലായിട്ടും ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഇനി 3ാമത്തെ ഉണ്ണിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വാശിയായി ഇവളുടെ അടുത്ത്. അങ്ങനെ വന്നപ്പോൾ അപ്പോഴും പറഞ്ഞു, ഇത് തന്നെയാണ് ഈ ഉണ്ണിയുടെ വാശി തീരണമെങ്കിൽ 4ാമത് വരണം, 4ാമതൊരു കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കണം. പല 2-3 പേര് ഇതേപോലെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം എന്നുള്ള ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതുവരെയുള്ള ഞങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാണെങ്കിൽ, ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാവാമായിരുന്നു. അപ്പോൾ 4ാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾക്കത് വലിയൊരു ബോധ്യം തന്നു ഞങ്ങൾ. കാരണം നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇതൊന്നും സംഭവിക്കണേ. അതുവരെ നമ്മുടെ ബോധ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ആ ഒരു ബോധ്യത്തിനെ അവിടെ വെച്ചിട്ട് കീഴ്മേൽ മറിച്ചിട്ടു. കാരണം ജീവൻ നൽകുന്ന കർത്താവാണ്. അതെ അതെ, ആ ഒരു ബോധ്യം വളരെയധികം ഞങ്ങൾക്ക് ഈശോയിലെ അടുത്ത് നിൽക്കാനും പ്രാർത്ഥിക്കാനും. അതൊരു സമാനമായ അനുഭവം അടുത്തിടെ എൻ്റെ സുഹൃത്താൻ പങ്കു. എൻ്റെ സുഹൃത്തായ പെൺകുട്ടിയാണ്. അവളുടെ വിവാഹമൊക്കെ ഞങ്ങളൊക്കെ കൂട്ടുകാരൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ച് കുറേ നാൾ ശേഷം നടന്നൊരു വിവാഹമായിരുന്നു, കുറേ പ്രതിബന്ധങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം. അപ്പോൾ വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളൊക്കെ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം അടുപ്പൊക്കെ നമ്മൾ ചോദിച്ചു, വേഗം തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി തുടങ്ങണം, നല്ല വിശുദ്ധരായ കുഞ്ഞുങ്ങളെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ വളരെ ക്യാഷ്വലായിട്ട് പറഞ്ഞതാണ്, ജെറിൻ ഞങ്ങൾ ഇപ്പോൾ എന്തായാലും 1 വർഷത്തേക്ക് ഞങ്ങൾ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചു, ഞങ്ങൾ പിന്നെ മതി ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ 2 പേരും ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്, അതിനുശേഷം പതുക്കെ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ അങ്ങനെയൊക്കെ പറയുന്നത് തെറ്റല്ലേ, കാരണം കർത്താവാണല്ലോ നമുക്ക്, കർത്താവ് തരുന്ന സമയത്ത് സ്വീകരിക്കും, നമ്മുടെ ഇഷ്ടത്തിനല്ലോ. അപ്പോൾ ഞങ്ങളുടെ സിറ്റുവേഷൻസ് അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, നമുക്ക് വേറെ ഇനി അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അടുത്തിടെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞ് ഞാൻ ആ സംസാരം കഴിഞ്ഞിട്ട് അടുത്തിടെ ആ സുഹൃത്ത് തന്നെ എനിക്ക് മെസ്സേജ് അയച്ചേക്കാണ്, ജെറിൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ നാളായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ തന്നെ വളരെ കളിയാക്കിക്കൊണ്ടല്ല, എന്നാൽ തന്നെ ഒന്ന് കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വെക്കാനും കിട്ടണമെന്ന് പറയുമ്പോൾ കിട്ടാനും സ്വിച്ചിട്ട് വരുന്ന സംഭവമൊന്നും അല്ലല്ലോ, ഇത് കർത്താവിൻ്റെ കാര്യമാണല്ലോ. അതുകൊണ്ട് തുറവ് കാണിക്കേണ്ട സമയത്ത് കാണിക്കാതിരുന്നപ്പോൾ ഇനി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നൊരു ഒരു കാര്യം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് പറഞ്ഞാൽ ഓർക്കുമായിരുന്നു. സാർ തുടർന്നോളൂ. അങ്ങനെ കുഞ്ഞിനെ സ്വീകരിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ അതുവരെ ഇല്ലാത്തൊരു അനുഭവത്തിലേക്കാണ് പിന്നെ ഡാരിസ് മുന്നോട്ട് പോയി. ഞങ്ങൾക്കപ്പോൾ ഒരു ബോധ്യം ലഭിക്കായിരുന്നു, അതായത് നമ്മളുടെ പ്രവൃത്തികളുടെ ഫലമല്ല ഒരു കുഞ്ഞ്, ദൈവം ഞങ്ങളാ ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടപ്പോൾ ഞങ്ങൾക്ക് അത് ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു മുഹൂർത്തത്തിലാണ് ഓരോ മനുഷ്യജീവനും ഭൂമിയിൽ ജനിക്കണേ എന്നുള്ളൊരു ബോധ്യം, ഒക്കെ ദൈവത്തിന്റെ ജീവനാണ് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുകയായിരുന്നു. പിന്നെ 4ാമത്തെ കുഞ്ഞിന്റെ ഈ പ്രഗ്നൻസി, ഇപ്പം ആദ്യത്തെ മൂന്ന് കുഞ്ഞുങ്ങൾ കഴിഞ്ഞ് ഒരു 5 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ആൾ ഉണ്ടാവുന്നത്. അതും ഞങ്ങളുടെ വീട്ടിലെ പല ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ വെച്ചാൽ ഭയങ്കര റെസ്റ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് ജോലിക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഛർദി ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി അതൊക്കെ കഴിഞ്ഞു പോയി. +2 അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി. ഈ കുഞ്ഞിനൊരു കുഴപ്പമില്ലാണ്ട് ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി. പക്ഷേ ആദ്യത്തെ 3 കുഞ്ഞുങ്ങൾക്കും ഒരു ലേബർ പെയിനെ കുറിച്ചൊരു പേടി എനിക്ക് ചെറുതായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ 4ാമത്തെ ആളുടെ സമയം വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു പേടി. ഒരു 5 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് ഉണ്ടായതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ,
എനിക്ക് ഇത്രയും പെയിൻ ഇനി വീണ്ടും സഹിക്കാനുള്ള ഒരു ശക്തി എനിക്ക് ഉണ്ടാവോ, അങ്ങനെ ഒരു വല്ലാത്ത പേടി. മാത്രമല്ല അസ്വസ്ഥത തോന്നി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം കൂടി അവിടെ നിന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം അവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെറുതെ ഇത് കാത്തിങ്ങനെ ഇരുന്നപ്പോൾ ഈ ഭയം ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളെ കാർന്ന് തിന്നണ പോലെ അടിമുടി ഒരു ചില്ലിങ് ഫിയർ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഞാനിങ്ങനെ ഈശോ പൂങ്കാവനത്തിൽ രക്തം വീർത്ത് പ്രാർത്ഥിക്കണ പോലെ ഞാനിനി സഹിക്കാൻ പോണ ആ ഒരു ലേബർ പെയിനെ ഓർത്തിട്ട് ഇങ്ങനെ ഭയന്ന് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ ചേട്ടനും മമ്മിയും കൂടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ എൻ്റെ ആ ഒരു വിഷമം കണ്ട് നിസ്സഹായരായിട്ട് ഇങ്ങനെ നിൽക്കാണ്. നിൽക്കാനല്ലേ പറ്റുള്ളൂ, എന്താന്ന് അറിഞ്ഞൂടാ. ഈ നമ്മളൊരു വല്ലാത്ത ഭയം ഇങ്ങനെ ഗ്രസിക്കാന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഭയം. അപ്പൊ ഇങ്ങനെ പല ഓപ്ഷൻസ് ഇങ്ങനെ ആലോചിച്ചപ്പോ വേദനയില്ലാത്ത പ്രസവത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഡോക്ടർ ഫിൻഡോ ആണ് ഞാൻ കെയർ ചെയ്തിരുന്നത്. അപ്പോൾ കുഴിക്കാട്ടുശ്ശേരി ഹോസ്പിറ്റലില് ഞാൻ ഈ പേരൊന്ന് റെഫർ ചെയ്ത് ഓഡിയൻസിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ഫിൻഡോ, കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ഹോസ്പിറ്റൽ. ആർക്കെങ്കിലും അധികം മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവർ, പേടിയുള്ളവർ, അങ്ങനെയുള്ള ആർക്ക് സമീപിക്കാവുന്ന വിശുദ്ധനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ഫിൻഡോ. പ്രസവം നിർത്തിയവർക്ക് റീകാനലൈസേഷൻ നമ്മൾ ഈ പേര് ഇതിനു മുമ്പ് റെഫർ ചെയ്തിട്ട് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡ് ഉൾപ്പെടെ റെഫർ ചെയ്തിട്ടുള്ളതാണ് ഡോക്ടർ ഫിൻഡോ. അത് ഒന്നുകൂടി സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഈ പേര് ഒന്നുകൂടി പറയുകയാണ്. ആർക്കും വേണ്ടി സമീപിക്കാവുന്ന ഒരാളാണ്. തുടർന്ന് ജയിച്ചു തന്നോളൂ. അപ്പോൾ ഞാൻ പേഴ്സണലി അറിയുന്ന ഒരു ആളായതുകൊണ്ട് ഞാൻ ഡോക്ടർക്ക് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ വേദനയില്ലാത്ത പ്രസവം എങ്ങനെയാണ്, നമുക്ക് പറ്റുമോ? അപ്പോൾ ഡോക്ടർക്ക് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ചെയ്യണേല്. പക്ഷെ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ചേച്ചിക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്തോ, വേദനയില്ലാതെ പ്രസവിച്ച കേസുകളുടെ കാര്യങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഓപ്ഷൻ കിട്ടി എൻ്റെ മുന്നിൽ. ഒന്നെങ്കിൽ എനിക്ക് വേദനയില്ലാതെ പ്രസവിക്കാം, അല്ലെങ്കിൽ നല്ല പെയിനോട് കൂടി തന്നെ പ്രസവിക്കാം എന്നുള്ളൊരു 2 ഓപ്ഷൻ എൻ്റെ മുന്നിൽ നിന്നു. അങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു. മൊത്തം താരതമ്യങ്ങൾ വരുന്നുണ്ടല്ലോ. ആദ്യം പൂങ്കാവനം വന്നു, ഇപ്പം മരുഭൂമി എത്തി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ ഈ ഒരു സാധാരണ ഒരു കാര്യത്തിൽ ഞാനിങ്ങനെ തോറ്റു പോവാണല്ലോ. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, എനിക്ക് നല്ല അറിയാം. അതായത് ഈ ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ പല നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാവുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഈ ഒരു മേഖലയിൽ ആകെ ഒരു തോൽവിയായി പോകൂലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു, വേദനയില്ലാത്ത പ്രസവം വേണ്ട, സാധാരണ പോലെയുള്ള പ്രസവം ഞാൻ സ്വീകരിക്കും എന്ന് തീരുമാനിച്ചു. അങ്ങനെ സാധാരണ പ്രസവം പ്രസവിച്ചു. കൊച്ചിന് 490 വെയിറ്റ്. 490? അതല്ല വലിയ കൊച്ചല്ലേ? നല്ലൊരു ഗുണ്ടപ്പനായിരുന്നു. ആന്റി ഈ 490 എന്നൊക്കെ പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. 4 കിലോ 90 ഗ്രാം എന്ന് പറയുന്നത് എന്തെന്നറിയോ? ഞാൻ ഇപ്പോൾ ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ കൊച്ചിന് വെയിറ്റ് ഇല്ല, പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു 490 എന്നൊക്കെ ഇത് നേരത്തെ ഈ മണ്ടത്തിനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 490 നല്ല കാര്യമല്ലേ? അപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോഴും അതിനുണ്ടാവുന്ന ലേബർ പെയിനൊക്കെ ഭയങ്കര ഹൈ ആണ്. എൻ്റെ വിചാരം വലിയ കുഞ്ഞുണ്ടാകുമ്പോൾ സുഖമല്ലേ, ഹെൽത്തി ആയ കുഞ്ഞല്ലേ, അത് ഏറ്റവും ഭീകരമായ ലേബർ പെയിൻ ആണെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായത്. നമുക്കൊന്നും അനുഭവം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ടീച്ചർ തുടർന്നോളൂ. എനിക്ക് ഭയങ്കര സന്തോഷവും സംതൃപ്തിയും തോന്നി. കാരണം എൻ്റെ ആ ഒരു പെയിൻ എടുക്കാൻ പറ്റിയതിന്റെ സംതൃപ്തി അല്ലേ? അല്ല, ആ ലേബർ പെയിൻ എനിക്ക് മിസ്സാവാതെ, അത് മക്കളില്ലാത്ത ഞാൻ അറിയുന്ന ചില വ്യക്തികൾക്ക് വേണ്ടിയും കാഴ്ചവെക്കാൻ പറ്റി. മറ്റു പല നിയോഗങ്ങൾക്ക് വേണ്ടിയും കാഴ്ചവെക്കാൻ പറ്റി. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ച 1-2 പേര് കൺസീവ് ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഉണ്ടാവുന്ന ഒരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങളുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ലേബർ പെയിൻ. ഒരിക്കലും എന്നോട് എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഈശോയ്ക്ക് പോലും കിട്ടാത്തൊരു ഭാഗ്യമാണ് സ്ത്രീകൾക്കുള്ളത്. എന്ന് വെച്ചാൽ എന്ത് ഭാഗ്യമാണ്, അതാണ് ലേബർ പെയിൻ. ദൈവത്തിന് പോലും ആ ഒരു സാധനം ഫിസിക്കലി അനുഭവിക്കാൻ പറ്റിയില്ലോ എന്ന്. അപ്പോൾ ഒരു വേദന, ഏറ്റവും വലിയ വേദനകളുടെ വേദന എന്ന് പറഞ്ഞാൽ എല്ലുകളൊക്കെ പൊടിയുന്ന വേദന എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രീയമായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേദന ഏറ്റവും വലിയ നിയോഗമായിട്ട് കാഴ്ചവെക്കാൻ പറ്റുക എന്നുള്ളത് അമ്മയ്ക്ക് മാത്രം, ഒരു സ്ത്രീക്ക് മാത്രം ചെയ്യുന്ന വലിയ കാര്യമാണ്. അതുകൊണ്ട് ആരും ഈ വേദന ഒരിക്കലും മിസ്സാക്കും. ഒത്തിരി പേർക്ക് വേണ്ടി ചേച്ചി കാഴ്ചവെച്ചിട്ട് കാഴ്ചവെക്കാൻ പറ്റും. അല്ല, അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുവാണ്, പുള്ളിക്കാരത്തി പറഞ്ഞില്ലേ
5 വർഷം കഴിഞ്ഞുകൊണ്ട് മസിൽസ് ഒക്കെ എന്തുമാത്രം ഇതാകും, വേദന എങ്ങനെ സഹിക്കും എന്നൊക്കെ അത് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുമായിരുന്നു. എൻ്റെ 3ാമത്തെ കൊച്ചുണ്ടായത് 15 വർഷത്തിന് ശേഷമാണ്. 15 വർഷത്തിന് ശേഷം 15 വർഷം ശേഷം. അപ്പം ഞാൻ ആദ്യം ചെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞ, ഇത് വലിയ പാടാണ്, ഇത് നിങ്ങളുടെ യൂട്രസ് വികസിക്കത്തില്ല, നിങ്ങളുടെ മസിൽസ് എല്ലാം സ്റ്റിഫായി കഴിഞ്ഞ് 15 വർഷം 40 വയസ്സായി, അന്നേരം വയസ്സായി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് ചൊവ്വാഴ്ച എൻ്റെ ഓപ്പറേഷൻ ഡേ അന്ന് വന്നാൽ മതി, ഞാൻ അബോർട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഏറ്റവും സിമ്പിൾ സൊല്യൂഷൻ അന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല, ആ ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയല്ലാതെ. അപ്പം ഞങ്ങൾക്ക് ഈ പേടി ഉണ്ടാക്കാനായിട്ട് ഡോക്ടേഴ്സിനും പറ്റും. എൻസെഫലൈറ്റിസ് കാണും, അതിന് ഡൗൺ സിൻഡ്രോം കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച ആ ഡോക്ടേഴ്സ്. പിന്നെ ഞാൻ പോയ ഒരു ഡോക്ടർ, പുള്ളിക്കാരത്തെ ഇതിനെക്കുറിച്ച് ഒന്നും, ഇതിനൊരു ഇമ്പോർട്ടൻസും കൊടുത്തില്ല ആ ഡോക്ടർ. നമുക്കിതിനെ നോർമൽ ആക്കണം. ഈ 15 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ യൂട്രസ് അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല, നമുക്ക് ഇതിനെ നോർമൽ ആക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ അപ്പോൾ ഡോക്ടർ വിചാരിച്ചാലും നമ്മളെ പേടിപ്പിക്കാൻ പറ്റും, അല്ലെ ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ വേണമെങ്കിൽ വിചാരിച്ചാൽ പേടിപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ആ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോഴത്തേന് ഉണ്ടാകുന്ന ഒരു സംഭവം എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ വേറൊരു പ്രീത, നമ്മുടെ ഏഞ്ചൽ സാമിയുടെ കോർഡിനേറ്റർ പ്രീത 4ാമത്തെ പ്രഗ്നന്റ് ആയപ്പോഴത്തേന് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ അവിടുന്ന് സിസ്റ്റർ മാർസിലസിനെ, കിടങ്ങൂറുള്ള സിസ്റ്റർ മാർസിലസിനെ വിളിച്ചു. പല പ്രാവശ്യം പരാമർശിക്കപ്പെട്ട സിസ്റ്റർ മേരി മാർസിലസ്, അടുത്തിടെ കടന്നുപോയ അമ്മയാണ്. സിസ്റ്റർ മാർസിലസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രീത എന്നാണ് പേര്, ഞങ്ങൾ 4ാമത്തെ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ മോളെ നീ ട്രിവാൻഡ്രത്ത് ഒരു ഡോക്ടേഴ്സിനെ കാണിക്കണ്ട, അവിടെ ചിലപ്പോൾ അബോർട്ട് ചെയ്യാനൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററിനെ വിളിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ മുമ്പത്തെ 3 പ്രഗ്നൻസിയും സിസേറിയൻ ആയിരുന്നു. ഇതിന് പ്രീവിയസ് പ്രഗ്നൻസി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, അന്തികുദാശ വരെ കിട്ടി, അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഒരു വയറയിൽ 9 സിസേറിയൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മോളെങ്കിൽ പോര്. അപ്പൊ ഞാൻ നോക്കണം, ആ ഡോക്ടർ നമ്മളോട് ഡീൽ ചെയ്യുന്ന അനുസരിച്ച്. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ബെഡ് റെസ്റ്റ് ആയിരുന്നു, പ്രീത ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഈ ബെഡ് റെസ്റ്റിന്റെ സമയം മുഴുവനും വചനം കേട്ടോണ്ട്, ഓഡിയോ ബൈബിള് മുഴുവനും വചനം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ വചനത്തിന്റെ ശക്തി കൊണ്ട് ശരിക്കും ആ ഉണ്ടായ കുഞ്ഞ് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കുഞ്ഞാണ്. കാരണം വയറ്റിൽ കിടക്കുമ്പോഴത്തേക്ക് ഈ വചനം തന്നെ കിട്ടിയേ ആ കൂടെ നടക്കുന്ന ആ ദൈവത്തിന്റെ ആ ഒരു സംഭവം ഞാൻ ഓർക്കുമായിരുന്നു. ഞാനിത് ഓർമ്മപ്പെടുത്തി ചേച്ചി പറഞ്ഞോളൂ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പലരും, നമ്മൾ സ്നേഹമുള്ള പലരും പറയാറുണ്ട് ആരോഗ്യം നോക്കണം, ജോലിയും എല്ലാം കൂടി എങ്ങനെ മുന്നോട്ട് പോവും. ടീച്ചറാണല്ലോ, ഫുൾ ടൈം ടീച്ചറാണല്ലോ. പിന്നെ ചിലർ പറയാറുണ്ട്, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് മമ്മി ഉണ്ടല്ലോ. എൻ്റെ മമ്മി എന്തോ ഒരു ദൈവനിയോഗം പോലെ ആ 4ാമത്തെ 5ാമത്തെ കുഞ്ഞുങ്ങളായ സമയത്തേക്ക് ഞങ്ങളുടെ കൂടെ നിന്നു. അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കൊച്ചുങ്ങളെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാനും ഒക്കെ പറ്റുമായിരുന്നു. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് ഞങ്ങൾക്ക്. അപ്പോൾ പലരും ഇങ്ങനെ പറയും, നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് മമ്മി ഉണ്ടല്ലോ നോക്കാനായിട്ട്. തന്നിട്ടുണ്ടല്ലോ എന്ന് വേണം നമുക്ക് പറയാൻ. അങ്ങനെയാണ് പറയേണ്ടത്. അല്ല, മമ്മി ഇല്ലാത്തവരും ഈ പറഞ്ഞ പോലെ എൻ്റെ മകന്റെ ഭാര്യ, അവർക്ക് 4 കുഞ്ഞുങ്ങളായിപ്പോ, 4 പെൺപിള്ളേര്. 3ാമത്തെ ഉണ്ടായത് അയർലൻഡില്, 4ാമത്തെ ഉണ്ടായത് ജർമ്മനിയില്. ആരുമില്ലായിരുന്നു, ഒരു മമ്മിമാരും ചെന്നിട്ടില്ല. അവര് ഈ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് അവിടെ അത്യാവശ്യം ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ എൻ്റെ മകൻ്റെ ഭാര്യ അവിടെയാണ് പ്രസവിച്ചത്. ഭയങ്കര ഞാൻ അവർക്ക് പറഞ്ഞു, 3ാമത്തെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേനും ഞങ്ങളുടെ വീട്ടിൽ അന്ന് അവർ അവധിക്ക് വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത്. അത് ഞങ്ങളോട് ഡിക്ലെയർ ചെയ്ത വിധം ഞാൻ അവർക്ക്, മമ്മി ഡാഡി ഇങ്ങനെ വന്നേ, എൻ്റെ മോളെ വിളിച്ചു, വാ മറില്ല നീയും വാ, നിങ്ങൾ ഈ സോഫയിലൊന്ന് ഇരുന്നേ, ഒരു കാര്യം, ഒരു സർപ്രൈസ് പറയാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിലോട്ട് ഒരു വചനം എഴുതിയ ഒരു കടലാസ് ഇങ്ങനെ തന്നു. ആ വചനം എടുത്ത് നോക്കിയപ്പോഴത്തേന് മർക്കോസ് 9:37, ഇതുപോലെ ഒരു കുഞ്ഞിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. കുഞ്ഞുണ്ടായെന്ന് പറയാൻ പോവാണ് ഡിക്ലെയർ ചെയ്ത വിധവേ. ഭയങ്കര സന്തോഷം, എൻ്റെ മോളൊക്കെ സന്തോഷം അങ്ങ് കൂവി. എനിക്കാണ് സന്തോഷത്തിന് കണ്ണുനീര് വന്നിട്ട് വയ്യ. അപ്പൊ ഞാൻ ഓർക്കാണ് അവർക്ക് ആ പോസിറ്റീവ് ഇത്, മകൻ്റെ പ്രോ ലൈഫ് ചിന്താഗതി ഉണ്ട്, വരുന്ന മോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ രണ്ടുപേരും, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഇതെന്നാ ഇഷ്ടം പോലെ ആൺകൊച്ചുണ്ടാകാനാണോ ഈ 3ഉം 4ഉം ഒക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല, എത്ര പിള്ളേരുണ്ടായാലും എത്ര പെൺപിള്ളേരായാലും അവർ സ്വീകരിക്കും എന്നിങ്ങനെ പറയും. ആൻറ്റി, തരുന്നത് കർത്താവാണെങ്കിൽ നോക്കാനും കർത്താവ് പറഞ്ഞപ്പോൾ ചിന്തിക്കുവാനും കർത്താവാണല്ലോ സംരക്ഷണം അൾട്ടിമേറ്റ്ലി. നിങ്ങൾ തുടർന്നോളൂ. ഞാൻ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് എനിക്കിപ്പോൾ എൻ്റെ കഴിവുകൊണ്ട് ഇത്രയും കുഞ്ഞുങ്ങളെ വളർത്തി ഉണ്ടാക്കാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടോ ത്രില്ല് കൊണ്ടോ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഞാൻ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈശോയ്ക്ക് ഇഷ്ടം അതാണ്.
അല്ലെങ്കിൽ ഈശോയുടെ സഭ അത് ആഹ്വാനം ചെയ്യുന്നു. വി ബിലോങ് ടു ജീസസ് ആൻഡ് ഹിസ് ചർച്ച് എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത്. കർത്താവ് തരുന്നു, അതുകൊണ്ട് ഞാൻ കൈനീട്ടി സ്വീകരിക്കുന്നു. പല പ്രതിബന്ധങ്ങളും ഇങ്ങനെ ജോലി, ആരോഗ്യം, ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈശോയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈശോ ഇങ്ങനെ ചോദിക്കണ പോലെ ഇവയേക്കാൾ കൂടുതലായി നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നുള്ള ആ ഒരു ചലഞ്ച് നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത്. ഡേസി ആൻറ്റി ഒരു കാര്യം പറഞ്ഞ അബോർഷൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലേ, അത് എനിക്കൊരു അറിവുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യം ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. അതായത് മൂത്ത കൊച്ച് കഴിഞ്ഞിട്ട്, ഒരു പെൺകുട്ടി കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ അമ്മ രണ്ടാമത് കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിന് ആഗ്രഹമുണ്ട്, അപ്പനാണെങ്കിൽ അത് വലിയ ആഗ്രഹമില്ല. അങ്ങനെ അമ്മേനെ കൊണ്ട് ഈ അപ്പൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അബോർട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭാഗ്യത്തിന് ഈ ഈ കൊച്ചിൻ്റെ ഭർത്താവ് പുറത്തിരുന്നു. അമ്മ മാത്രമാണ് അപ്പൻ ഈ ഡോക്ടറെ കാണാനായിട്ട് പോയത്. അപ്പോൾ ഡോക്ടറോട് ആ നല്ല ചാൻസ് കിട്ടിയപ്പോൾ ഈ അമ്മ പറഞ്ഞു, എനിക്ക് അബോർട്ട് ചെയ്യാൻ ആഗ്രഹമില്ല, ഭർത്താവിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ വന്നേക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ ഭാഗ്യത്തിന് അതിന് സപ്പോർട്ടായിരുന്നു, അബോർട്ട് ചെയ്യാൻ തയ്യാറായില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, 2 വൈറ്റമിൻ ഇഞ്ചക്ഷൻ ഞാൻ തന്നുവിടാം എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് കാണലെ ഇഞ്ചക്ഷൻ ചെയ്ത് ഭാര്യനെ പറഞ്ഞയച്ചു. അങ്ങനെ ആ കുട്ടി ജനിച്ചു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് ആ മകനാണ്. പക്ഷെ ആ അബോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ സമാനമായ വ്യത്യാസമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് 5ാമത്തെ കുഞ്ഞിൻ്റെ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർമാർ, നഴ്സുമാർ, സ്കാനിങ് എന്നവരെല്ലാവരും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാണ്. അപ്പോൾ എനിക്ക് സൈഡിൽ കൂടി മെസ്സേജ് അയച്ചാണ്, അച്ഛൻ പ്രാർത്ഥിച്ചേക്കണം, ഇതൊന്നും എൻ്റെ കുഞ്ഞിനെ തൊടാൻ, ഇതൊന്നും എൻ്റെ കുഞ്ഞിന് മുറിവായിട്ട് വരരുതെന്ന്. എന്നിട്ട് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് എൻ്റെ തിരുരക്തത്താൽ എൻ്റെ കുഞ്ഞിനെ കഴുകിക്കോണേ. ഈ പുറത്ത് എക്സ്റ്റേണൽ അബോർഷനെ പറ്റിയുള്ള വർത്തമാനങ്ങൾ, കൊല്ലാൻ പറയുന്നത് ഒന്നും എൻ്റെ കുഞ്ഞിനൊരിക്കലും മുറിവായിട്ട് മാറരുതെന്ന് എല്ലാ അമ്മമാരും, പ്രത്യേകിച്ച് കൂടുതൽ മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, എൻ്റെ കുഞ്ഞിനെ ഈശോ എൻ്റെ തിരുരക്തത്താൽ എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും, എല്ലാ നിമിഷങ്ങളും കഴുകിക്കൊണ്ടിരിക്കണമേ എന്നുള്ളത്. നിങ്ങൾ തുടർന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ ഈ മക്കൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഈ 5 മക്കളെ എങ്ങനെയാണ് നിങ്ങൾക്ക് വളർത്താൻ പറ്റണേ, അവരുടെ പഠനം, അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റണേ. ഒരാൾ 2 ആൾ തന്നെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റണില്ല. ഈ 5 പേരുടെയും പഠനം എങ്ങനെയാണ് കെയർ ചെയ്യാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടൊരു തീവ്രമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് അവർക്ക് പൂർണ്ണമായിട്ട് അവരെ കെയർ ചെയ്യാൻ പറ്റണില്ല, അവരുടെ ഒപ്പം നിന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റണില്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ മൂത്ത ആൾക്കാർ താഴെയുള്ള ആൾക്കാരെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കെയർ ചെയ്ത് വീട്ടിൽ അപ്പന്മാരെ അമ്മമാരെ എണ്ണം കൂടി. അതായത് മൂത്ത ആളുടെ 2ാമത്തെ ആൾക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കും, പടം വെട്ടി കൊടുക്കാൻ സഹായിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ 5ാമത്തെ ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടം 2ാമത്തെ ചേട്ടനെയും മൂത്ത ചേട്ടനെയും ചേച്ചിനെയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് എന്തെങ്കിലും തിരക്കുകളാണെങ്കിൽ അവർ ഓടിപ്പോയിട്ട് അവരുടെ അടുത്ത് പോകും. അപ്പോൾ അവരത് നല്ല പോലെ സ്നേഹത്തോട് കൂടിയിട്ട് മക്കളുടെ വീട്ടിൽ മാത്രം സംഭവിക്കുന്ന ചില പ്രത്യേകമായ അത്ഭുത വികാസങ്ങളാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ അവരൊരിക്കലും ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് അവർക്കില്ല, എപ്പോഴും ഇങ്ങനെ കൂട്ടായിട്ട് ഒരാൾക്കൂട്ടുണ്ട്, എപ്പോഴും ഒച്ച ആൾക്കൂട്ടം വീട്ടിലുണ്ട് എപ്പോഴും. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ മൂത്തവരുടെ കൂടെ കളിച്ചോളും, അവർ നോക്കിക്കോളും. അപ്പോൾ കുട്ടികൾ വലുതാവും തോറും നമുക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ അവർ ഡിവൈഡ് ചെയ്തെടുക്കണു, നമ്മുടെ വീട്ടുജോലികളിൽ അവർ സഹായിക്കുന്നു. അപ്പോൾ ഓരോ കാര്യത്തിലും കൂട്ടായിട്ട് പ്രവർത്തിക്കണതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ ജോലികൾ ചെയ്യാം. ഇത്തിരി കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മനോഹരമായ സംഭവം കണ്ടു ഓർക്കുന്നുണ്ടേ. ഇളയ കൊച്ചി വയ്യാണ്ട് കാലൊടിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വീട്ടിൽ അന്നേരം ഒന്ന് സംസാരിക്കേണ്ട ആവശ്യം വന്നത്. അപ്പോൾ അമ്മ ഭയങ്കര തിരക്കിട്ട് അടുക്കള പണികളാണ്. മൂത്ത കൊച്ചി മുറികളെല്ലാം അടുക്കി വെക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് ഈ ഇളയ കുഞ്ഞിനെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കി സാധനങ്ങൾ കൊടുത്തിട്ട് പോകുന്നു. ഒരാൾ അടുത്ത മകള് അപ്പുറം അലക്കിക്കൊണ്ടിരിക്കുന്നു, ഇപ്പുറം അടുത്ത ആൾ അപ്പുറം തറ തുടച്ചോണ്ടിരിക്കുന്നു. എന്ന് പറയും, ഇതാണ് ഞങ്ങളുടെ വീട്. എല്ലാവരും ഓൺ ഡ്യൂട്ടിയാണ്, ഫാമിലി ഓൺ ഡ്യൂട്ടി. കാരണം ഒരു വൻ ക്ലീനിങ് സെറ്റപ്പും അടിച്ചുവാരലൊക്കെ വീട്. ആരും ആ ജോലിക്കാരൊന്നും ആവശ്യമില്ല, കാരണം മക്കളൊക്കെ ഉണ്ടല്ലോ എല്ലാം നടത്തിക്കൊണ്ട് പോകാനായിട്ട്. അച്ഛാ, ഇതിനോട് ചേർത്ത് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ ദൈവം നമ്മുടെ ഒരു നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് പരിപാലിക്കുന്ന ഞങ്ങൾക്കത് ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോൾ 5ാമത്തെ ഉണ്ണി ഉണ്ടായതിനു ശേഷം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. മെയിനായിട്ട് ഡാരസിൻ്റെ
ജോലി 7 മാസത്തോളം ഞങ്ങൾക്ക് സാലറി കിട്ടാത്തൊരു ബുദ്ധിമുട്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കണം, ഒപ്പം തന്നെ ഈ ഒരു വലിയൊരു ഒരു സംഖ്യ നമുക്ക് നമ്മുടെ വരുമാനത്തിൽ കുറവ് വരികയും ചെയ്യും. പ്രത്യേകിച്ച് വീടിന്റെ റെനോവേഷൻ കഴിഞ്ഞ സമയമായിരുന്നു. നല്ലൊരു തുക ചെലവാക്കി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു 7 മാസത്തെ സാലറി ഒട്ടും വിചാരിക്കാതെയാണ് അത് കിട്ടാതെ ഇരുന്നത്, 7 മാസം അടുപ്പിച്ച്. അപ്പൊ നമുക്ക് ഒരു വല്ലാത്തൊരു ഞെരുക്കം, സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടു. പലരും ചോദിച്ചു, 5ാമത്തെ വാവ ഉണ്ടായപ്പോ ദാരിദ്ര്യായ? എല്ലാം മുടിഞ്ഞു തുടങ്ങിയ രീതിയിലല്ലേ സ്ഥിരം ചോദ്യം. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ഞങ്ങൾക്ക് ദൈവപരിപാലന കൂടുതൽ അനുഭവിക്കാൻ ഇടയായ ഒരു സമയമായിരുന്നു അത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടത് ദൈവം തരും എന്നുള്ള ഒരു ബോധ്യം കൂടുതലായിട്ട് തരാൻ. അപ്പം തരും. അതായത് നമ്മുടെ വീട്ടില് പല വൃക്ഷങ്ങളൊക്കെ നല്ല പോലെ ഫലങ്ങൾ ഉണ്ടാവുക. മാവുമ്മ ഇഷ്ടംപോലെ മാമ്പഴം ഉണ്ടാവുക. ആ ക്രൈസിസ് പീരീഡിൽ ഇഷ്ടംപോലെ മാമ്പഴം ഉണ്ടാവുക, മാമ്പഴം തന്നെ കൊഴിഞ്ഞു വീഴുക, ചക്ക ഉണ്ടാവുക, ചക്കയും നല്ല പോലെ ഉണ്ടാവുക. അതാ ഒരു വേനൽക്കാലത്തെ ഒരു കാലഘട്ടം. വീട്ടില് മാമ്പഴത്തിന്റെയും ചക്കയുടെ ഒക്കെ ഒരു സമൃദ്ധി ഉണ്ടായിരുന്നു. നമുക്ക് പൈസ മാത്രമേ ബാക്കി സ്നാക്സ് ഒന്നും ഞാൻ അധികം വാങ്ങിക്കേണ്ട വന്നില്ല. ഈ സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു, അങ്ങനെയൊന്നും വാങ്ങിക്കേണ്ട വന്നില്ല. പിന്നെ വിസിറ്റേഴ്സ് ഒക്കെ വരുമ്പോ കുറേ ഇങ്ങനെ സ്നാക്സ് ഒക്കെ കൊണ്ടുവരാൻ, അത് അവരോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ ഒരു കുറേ ഡയറി മിൽക്ക് അങ്ങനെ കുറേ സ്നാക്സ് കൊണ്ടുവരാം, ചോക്ലേറ്റ്സ്, അങ്ങനെ കുട്ടികൾക്കൊക്കെ വേണ്ടി. അങ്ങനെ ആ ഒരു ദിവസങ്ങളിൽ കുഞ്ഞു വാതിലടങ്ങുന്ന വിചാരിക്കുമ്പോഴത്തേക്ക് കർത്താവ് വാതിൽ തുറന്നു വെച്ചേക്കാണ്. നമ്മളത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നമുക്കിത് കൊണ്ടുവരുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഒരു ദിവസം അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ മൂത്ത മോൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന് സമയമാണ്. അപ്പോൾ ബേക്കറിയിൽ കയറിയിട്ട് അത്യാവശ്യം സ്നാക്സ് മേടിക്കാൻ വേണ്ടി എനിക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ പായസം പാക്കറ്റിലിരിക്കുന്ന കണ്ടു. അപ്പോൾ പായസം കണ്ടപ്പോൾ മോൻ പറഞ്ഞു, അപ്പോൾ എനിക്കത് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടടാ, നമുക്ക് പിന്നെ വാങ്ങിക്കാം. അത് കാര്യം പറഞ്ഞില്ല, എങ്കിലും പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ സ്കൂളിൽ കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, അതായത് ഉച്ചകഞ്ഞിയൊക്കെ കൊടുക്കുന്ന ചേച്ചി. ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയണം, മാഷെ ഞാനൊരു സാധനം അവിടെ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ആനി ചേച്ചി എന്ന പേര്. എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പാക്കറ്റ് പായസം കൊണ്ടു വെച്ചിരിക്കുക. ഞാനത് ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം, നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന സാധനം കൃത്യമായിട്ട് ദൈവം നമുക്ക് അവിടെ ഒരുക്കി തരാം. അപ്പം അത് വലിയ ദൈവപരിപാലനം നമ്മൾക്ക് കാണിച്ചു തന്ന വലിയ നിമിഷങ്ങളായിരുന്നു. ആ സമയത്ത് ബെന്നി പുന്നത്തറ സാറ് ആളുടെ ഒരു ബുക്കിൽ, പ്രലോഭനങ്ങളെ വിടാന്നുള്ളൊരു ബുക്കിൽ ഞാൻ വായിച്ചപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് ദൈവപരിപാലന എന്ന് പറയണത് അനേകം നാളുകളിലേക്കുള്ളത് ഒരുമിച്ച് തരണതല്ല ദൈവത്തിന്റെ പരിപാലന. അപ്പ വേണ്ടത് അന്നന്ന് തരണതാണ് ദൈവപരിപാലന എന്നുള്ളത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുകയായിരുന്നു. ആ ദിവസങ്ങളിൽ വളരെ സന്തോഷമാണ് ദൈവത്തിന്റെ പരിപാലനയിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ 5 മക്കളായപ്പോൾ 3 മക്കളെയും പഠിപ്പിക്കുന്ന സ്കൂളിൽ നിന്ന് അവരെ മാറ്റിയാലോ എന്നൊരു ആലോചന ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒപ്പം തന്നെ അത് കുർബാനയിൽ, വിശുദ്ധ കുർബാനയിൽ അത് ഫീസിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും കൂടി പഠിപ്പിക്കും. വിഷമം തോന്നിയില്ല, കാരണം എന്താ ദൈവത്തിന്റെ ഒരു ഇടപെടൽ പോലെ, ദൈവപരിപാലന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് അത് ഫീൽ ചെയ്തത്. അതിനുശേഷം തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രമായിട്ടുള്ള കത്തോലിക്ക സഭ എന്ന് പറഞ്ഞൊരു പത്രമുണ്ട്. അതിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളിൽ 4ാമത്തെ കുഞ്ഞിന് മുതൽ സഭയുടെ കീഴിലുള്ള സ്കൂളുകൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളൊരു. അപ്പൊ അതില് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ആ ലിസ്റ്റില് ആ സ്കൂളുണ്ട്. അപ്പൊ അതിനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ 4ാമത്തെ കൊച്ചിന് ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ മൂത്ത 3 കുഞ്ഞുങ്ങൾ അവിടെ തന്നെ പഠിക്കണം. അപ്പൊ ഞങ്ങൾക്ക് വലിയൊരു ദൈവിക ഇടപെടലായിട്ട് അത് ഫീൽ ചെയ്തു. ഞാൻ ആന്റിയുടെ ഷെയറിങ്, മാഷിന്റെ ടീച്ചറിന്റെ ഷെയറിങ് കേട്ടോണ്ട് ആലോചിക്കുമായിരുന്നു, ദൈവപരിപാലനയുടെ ആഘോഷത്തിനിടമാണ് നമ്മുടെ കുടുംബം. എല്ലാ കുടുംബം എടുത്തു നോക്കിയത് തന്നെ തമ്പുരാൻ നമ്മളെ വഴി നടത്തും. നമ്മൾ എണ്ണി കണ്ടുപിടിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഓരോ നിമിഷവും നമ്മൾ എത്ര മനോഹരമായിട്ട് അതെപ്പോഴാണ് കർത്താവിന് നമ്മൾ ആമേൻ പറയുമ്പോൾ, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ച് മക്കളുടെ എണ്ണം ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കർത്താവിനോട് ആമേൻ ചോദിച്ച് പോകുമ്പോൾ പിന്നെ അത് ദൈവപരിപാലന ആഘോഷം മാത്രമാണ് കുടുംബം. നമുക്കൊന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഒരു നിമിഷം. അപ്പനാ നീയുള്ളപ്പോൾ മക്കളാ ഞങ്ങൾ എന്തിനു പേടിക്കണം? തമ്പുരാൻ ആ ഒരു വലിയ വിശ്വാസവും ആഴവും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന് സകല ശക്തി അയച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. സ്വർഗത്തിൻ്റെ വലിയ ശക്തിയായ ആത്മാവിനെ, സഹായകനെ അയച്ച് ഞങ്ങളുടെ വഴികളിൽ നീ വെളിച്ചം തരണമേ. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകയായ പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. സ്വർഗത്തിൻ്റെ സൈന്യത്തെ, പ്രത്യേകിച്ച് കാവൽ മാലാഖമാരെ മുൻപേ അയച്ച് ഞങ്ങളുടെ വഴികൾ ക്രമപ്പെടുത്തണമേ.
നിന്റെ വലതുകരത്തിൻ്റെ ശക്തിയും ബലവും മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും പ്രഘോഷിക്കുവാനുമുള്ള വിളിയും ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. നമുക്കൊന്നു ചേർന്ന് നമ്മുടെ കുടുംബത്തെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.